എന്റെ ഗുരുവായൂരപ്പാ, ഒരു പിടിയും കിട്ടുന്നില്ല. എവിടെയാണ്, ആർക്കാണ് പാളിയത്? രണ്ട് ശരീരം ഒരു മനസ്സുമായി കഴിഞ്ഞിരുന്ന അനന്തനും നിന്റെ അപ്പച്ചനും രണ്ട് തട്ടിലായി. മടുത്തു തൊമ്മിച്ച. ഇതൊന്നും താങ്ങാനുള്ള കരുത്തെനിക്കില്ല. ഞാൻ പോവാണ് എങ്ങോട്ടെങ്കിലും. തൽക്കാലം നാണവും അവൻ എങ്ങോട്ടും പോകുന്നില്ല. തൊമ്മി, അതിപ്പോ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണമെങ്കിൽ അമ്മാവനും കൂടി ഇവിടെ ഉണ്ടായേ പറ്റൂ. തന്ത്രങ്ങൾ പലതും നമുക്ക് മെനയേണ്ടി വരും. ഇതിന് തന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ചെറിയ ബുദ്ധി വെച്ച് ഞാൻ പറയട്ടെ, ഔസേപ്പച്ചനോട് എത്രയും പെട്ടെന്ന് അനന്തനെ പോയി കാണാൻ പറയണം. എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും അപ്പച്ചൻ തയ്യാറാ. പക്ഷേ അച്ഛന്റെ മനസ്സ് അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊരു ശ്രമം കൂടി നടത്തി നോക്കാം. വേണമെങ്കിൽ അനന്തനെ കാണാൻ ഔസേപ്പച്ചന്റെ കൂടെ ഞാനും പോവാം. ഞാൻ ഇറങ്ങണോടാ? വേണ്ട, ആ ഡിക്കിക്കകത്ത് കയറിയിരുന്നു. ഡിക്കിയിൽ എന്റെ പെട്ടിയിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങാമാവാ. അല്ല, ഞാൻ എന്തൊക്കെയാ അനന്തനോട് പറയേണ്ടത് ഒന്നുകൂടി പറഞ്ഞാ തോന്നി. നാണു അമ്മാവന്റെ കെട്ടിയോട് തൂങ്ങിച്ചത്തെന്ന് പറ. അങ്ങനെ ഒരു സംഭാഷണ ശകലം നീ പഠിപ്പിച്ചെന്നില്ലായിരുന്നല്ലോ. സംഭാഷണോ? താനെന്താ അനന്തന്റെ മുമ്പിൽ നാടകം കളിക്കാൻ പോവുക? ഇപ്പോഴേ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ അച്ഛന്റെ മുമ്പിൽ ചെല്ലുമ്പോ അമ്മാവൻ ബോധം കെട്ട് വീഴുമല്ലോ. ഓ, കരുനാക്ക് വളയ്ക്കാടാ. ഔസേപ്പച്ച, എനിക്ക് ആകപ്പാടെ ഒരു വെള്ളം ദാഹവും ഒരു മൂത്രശങ്കയും ഉരുണ്ട് കയറ്റവും. പഴയ ഗുന്മം വീണ്ടും വരുമെന്നാ നീ ഒന്ന് പറ. ഇതൊക്കെ അമ്മാവൻ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതല്ലേ? വീട്ടിനകത്തേക്ക് കയറി ചെന്നാലുടൻ അമ്മാവൻ രാമരാജ ബഹദൂറും പഴശ്ശി രാജയും തച്ചോളി ഉദയനനും വേലത്തമ്പി ദളവയായിട്ട് മാറും. ആര് പറഞ്ഞു നിന്നോട് പഠിച്ചു വിട്ടാൻ? ആവശ്യത്തിലധികം എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞില്ലേ അനന്താ? ഇനിയെങ്കിലും കഴിഞ്ഞതെല്ലാം മറന്ന് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ അടിയറവ് പറയാൻ വന്നിരിക്കല്ലേ? ഔസേപ്പച്ചന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന പോലെ കാലത്ത് വേണ്ട. ആൾക്കാരെ ഓരോരുത്തരെയായി സ്വന്തം പക്ഷത്തേക്ക് ചേർക്കുകയാണല്ലേ? സ്വന്തം വീട്ടിൽ പോലും 4 കാശിന് വിലയില്ലാത്ത വിഡ്ഢി കോമരകളെ വക്കീലായി വിളിച്ചോണ്ടുവരാൻ നാണമല്ലോ എനിക്ക്. സമ്മതിച്ചു, ഞാൻ വിഡ്ഢിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. പക്ഷേ സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ട് എനിക്ക്. മറ്റുള്ളവർ കരയുമ്പോ കൂടെ കരയാനല്ലാതെ കൈകൊട്ടിച്ചിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാവർക്കും നന്മ വരുത്തണേ ഈശ്വര എന്നൊരു പ്രാർത്ഥന മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. നല്ല തയ്യാറെടുപ്പോടു കൂടിയാണല്ലോ നാടകം കളിക്കാൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരനെ അന്ധമായി വിശ്വസിച്ചിരുന്ന ആ പഴയ അനന്തനല്ല ഞാൻ. തന്റെ ഓരോ കരുനീക്കങ്ങളെയും മുൻകൂട്ടി കാണാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. ചതിക്ക് ചതി, പകയ്ക്ക് പക. തന്റെ തകർച്ചയാണ് ഇനി എന്റെ ലക്ഷ്യം. തട്ടിച്ചും വെട്ടിച്ചും താനുണ്ടാക്കിയതെല്ലാം ഒന്നൊന്നായി ഞാൻ തകർക്കും. 4 കാശിന് ഗതിയില്ലാതെ താൻ എന്റെ കാൽക്കൽ വീണ് കരയും. ഇപ്പൊ തന്നോട് എന്തു പറഞ്ഞാലും തനിക്കത് മനസ്സിലാവില്ല. തന്റെ തലച്ചോറ് വിഷം കുത്തിവെച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമല്ലോ. പക്ഷെ അപ്പോഴേക്കും നമ്മൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ദുസ്സൂചന എനിക്ക് മനസ്സിലായി. ആരുടെയും പ്രേരണയിൽ ഞാനൊന്നും ചെയ്യാറില്ല. എന്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ എന്തും പ്രവർത്തിക്കാറുള്ളൂ. എന്നാൽ ആ മനസാക്ഷിയോട് തന്നെ ചോദിക്കേ, എന്താ ഔസേപ്പച്ചൻ ചെയ്ത ഇത്ര വലിയൊരു തെറ്റ്? അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ ഉണ്ണികൃഷ്ണനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതോ? അനന്ത, ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്ന് വെച്ച് സ്വന്തം മകൻ മകനല്ലാതാവൂ? എന്നോടുള്ള വിരോധം നീ ഉണ്ണിയോട് കാണിക്കരുത്. ഇങ്ങനെ ഒറ്റപ്പെടുത്താതെ നീ അവനെ വിളിച്ചോണ്ട് വാ. മിണ്ടിപ്പോരുത്. അവന്റെ കാര്യം എനിക്കിനി കേൾക്കണ്ട. എന്നെ എന്ന് ധിക്കരിച്ച് അവൻ അവന്റെ വഴിക്ക് ഇറങ്ങിപ്പോയോ അന്ന് ഞാനും അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. നാണമില്ലടോ എനിക്ക്. ആദർശവും പുരോഗമന ചിന്താഗതിയും ഒക്കെ പ്രസംഗത്തിൽ മാത്രം പോരാ. മനസ്സുകൊണ്ട് ജാതിയിലും മതത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന പഴഞ്ചനാണ് താൻ, ഒരു യഥാർത്ഥ പിന്തിരിപ്പൻ. മതി പ്രസംഗം. എല്ലാ മതക്കാരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും കഴിവുള്ളവനാണ് ഞാൻ. ഈ നാട്ടിലെ എല്ലാ മതക്കാരുടെയും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും അവരിൽ ഒരാളായി ഞാൻ നിന്നിട്ടുമുണ്ട്. ഒരു ഹിന്ദുവായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ് കിള്ളിക്കുറിശിക്കാരനെ കണ്ടിട്ടുള്ളത്. പക്ഷേ സ്വന്തം മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഏതൊരു പിതാവിനും ചില സ്വപ്നങ്ങളൊക്കെ കാണും. അത് തകർക്കാൻ ആത്മസ്നേഹിതൻ തന്നെ കൂട്ടുനിന്നാൽ ഈ ഔസേപ്പിന്റെ പകരം ഒരു അന്യമതക്കാരിയെ കല്യാണം കഴിച്ചാൽ ഇവൻ സഹിക്കുമോ? അങ്ങനെയാണോ നീ എന്നെ കരുതിയിരിക്കുന്നത്? നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നായിരുന്നു എന്റെ ധാരണ. എന്റെ മകനാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഞാൻ ഇതേ ചെയ്യൂ. ഒരു മടിയും കൂടാതെ 2 കൈ നിന്നിട്ട് സ്വീകരിക്കുകയും ചെയ്യും. പറയാൻ എളുപ്പമുണ്ട്. അത്രയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു അന്യമതക്കാരിയെ തൊമ്മിച്ചിനെ കെട്ടിക്കൊടുക്കും. വെല്ലുവിളിക്കാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. ശരി, അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ പഴയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടുമെങ്കിൽ, ഉണ്ണികൃഷ്ണനെ തിരിച്ച് വീട്ടിൽ കയറാൻ കഴിയുമെങ്കിൽ, കർത്താവിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, 1 മാസത്തിനകം എന്റെ മകൻ തൊമ്മിക്കുഞ്ഞിനെ കൊണ്ട് അന്യമതത്തിൽപ്പെട്ടൊരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചിരിക്കും. ഈ വാക്കെനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ഔസേപ്പിനെ
നീ ഇനി ജീവനോടെ കാണില്ലടാ. എന്നതാ എന്റെ കർത്താവെ ഞാൻ ഈ കേൾക്കുന്നേ? ലോകത്തിൽ ഏതെങ്കിലും തന്തമാർ ഇങ്ങനെ ചെയ്യോ? കൂട്ടുകാരനോടുള്ള വാശി തീർക്കാൻ സ്വന്തം മാനി കൊണ്ട് അന്യജാതിക്കാരി പെണ്ണിനെ കെട്ടിക്കാമെന്ന് ശപഥം ചെയ്തു വന്നിരിക്കുന്നു. വാശിയല്ലടി, ആ ഉണ്ണിയുടെ കാര്യം ഓർത്തിട്ടാ. അവൻ ഈ ഗതി വന്നതിന് ഞാനും കാരണക്കാരനായി പോയില്ലേ? അവനെ അനന്തന്റെ വീട് തിരിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ചെയ്തോ? പക്ഷെ പ്രയോജനം ഉണ്ടാവും തോന്നില്ല. ഇപ്പൊ അയാളെ ആ പങ്കജവല്ലിയുടെ മക്കളുടെയും കയ്യില. അവര് വരച്ച് വരവിട്ട് ഒരു ഇഞ്ച് മാറത്തില്ല. അനന്തൻ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, എനിക്കെന്റെ മനസാക്ഷിയാണ് വലുത്. ജാതിയും മതവും എനിക്കൊരു പ്രശ്നമല്ല. തൊമ്മിക്കുഞ്ഞൊരു പറ്റിയ ഒരു അന്യജാതി പെണ്ണിനെ കണ്ടുപിടിച്ച് അവന്റെ കല്യാണം ഞാൻ ഉടനെ നടത്തും. ഓ, എങ്ങനെ നടത്തുമെന്നാ? ക്രിസ്ത്യാനി ചെക്കനെ കെട്ടാൻ അന്യജാതി പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിക്കല്ലേ? നിക്കുമണി, പുഞ്ചക്കാട് കുരിശിങ്കിൽ ജോസഫ് ചാക്കോയുടെ മകനെ കെട്ടാൻ ഇവിടെ പെമ്പിള്ളേര് ക്യൂ നിക്കുമടി. ഓ, ഇത് ഞാനോട് ഇനി ആര് പറഞ്ഞു മനസ്സിലാക്കും? ഓ, ഇതിനി എന്റെ വീട്ടുകാരറിയുമ്പോ അവരോട് എന്നെ സമാധാനം പറയേ എന്റെ മാതാവേ. ഓ വെറുതെ സമാധാനം ബോധിപ്പിക്കാൻ ഇളഞ്ചിക്കാരെ എന്ന അരമന കോടതിയോ? അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയാൽ അത് കിടക്കുവോടാ? അതിപ്പോ കിടത്തി നോക്കാതെ എങ്ങനെ പറയാൻ പറ്റും കൊച്ചമ്മ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു അട്ടയെ പിടിച്ച് കൊച്ചമ്മയുടെ മെത്തയിൽ കിടത്തിയ നിർത്തിയിട്ടവനെ. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അറിയാത്ത നിന്നെ പിടിച്ച് ഞാൻ വീട്ടുവേലയ്ക്ക് വെച്ചല്ലോടാ. എനിക്കൊരു പഴഞ്ചൊല്ലറിയാം. അതേതാടാ? പെണ്ണിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ പെണ്ണ് തലയിൽ കയറി നിരങ്ങും. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? ഇല്ലേ? നീ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? ഇവിടുത്തെ വേലക്കാരികളെ ഉദ്ദേശിച്ച. ഓ, ആ അമ്മ അറിഞ്ഞോ? അച്ഛനാ ജോസഫ് ചാക്കയുടെ ഗൺമാൻ ഉദ്യോഗം സ്വീകരിച്ചു. ഒരു തോക്ക് നേരെ ചൊവ്വെ പിടിക്കാൻ പോലുമുള്ള ശക്തി നിന്റെ അച്ഛനില്ലല്ലോടാ. പിന്നെ എന്തോന്ന് ഗൺമാൻ? രണ്ടുപേരും കൂടി എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാ അറിവ്. ആസൂത്രണം ചെയ്യട്ടടാ. എതിർപ്പുണ്ടെങ്കിലേ ഈ പങ്കജ ഒന്നുകൂടി ഉഷാറാകൂ. ഈ ജന്മത്തെ അഴിച്ചെടുക്കാൻ പറ്റാത്ത കുരുക്കുകളാണ് ഞാൻ ജോസഫിന്റെ കഴുത്തിലിടാൻ പോകുന്നത്. നീ നോക്കിക്കോ. അവസരിപ്പച്ചോ, ഓരോന്നിനും ഓരോ തലവരെയുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. ചിലർക്ക് രജിസ്റ്റർ മാരേജ്, ചിലർക്ക് ഒളിച്ചോട്ടമാവാം, ചിലരെ പിടിച്ചു കെട്ടിക്കലാവാം. പിള്ളേരായതിനു ശേഷവും കല്യാണം നടത്തുന്നില്ലേ? ഇപ്പോഴുള്ള കല്യാണങ്ങളിൽ 90% പത്രപരസ്യം വഴിയാണ് നടക്കുന്നത്. പത്രത്തിൽ 4 ഫുൾ പേജുകളാണ് മാട്രിമോണിയലിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. എന്നാലും കർത്താവ്, എന്റെ മോന് ഈ മാട്രിമോണിയലൊക്കെ വേണ്ടി വന്നല്ലോ. ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇല്ലെങ്കിൽ എന്നേക്കാൾ 3 വയസ്സിന് മൂത്ത ആ പിടിയാനെ എന്റെ തലയെ കെട്ടിവെക്കാൻ മാത്രം ഞാൻ കഴിഞ്ഞ ജന്മം എന്ത് പാപം ചെയ്ത് എന്റെ കൊടുങ്ങല്ലൂരമ്മേ. എന്തിനാണോ ചുമ്മാ കൊടുങ്ങല്ലൂര് വരെ പോണത്? തന്റെ വീട്ടിൽ തന്നെ ഇല്ലേ സാക്ഷാൽ ഭദ്രകാളി. മാറ്റർ എഴുതോ? ആ, സുന്ദരനും സുമുഖനുമായ. രണ്ടിന്റെയും അർത്ഥം ഒന്നല്ലേടോ? എടോ, ഇതിനൊക്കെ ഒരു പത്രഭാഷയുണ്ട്. താൻ വിവാഹ പരസ്യങ്ങൾ തുടർച്ചയായിട്ട് വായിക്കാറില്ലേ? തുടർച്ചയായി വായിക്കാനത് നോവല് പറ്റുവാണോ? നാനാജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരുടെ ചെറു ജീവചരിത്രങ്ങളാണല്ലോ പരസ്യങ്ങൾ. ഒക്കെ കൂടി ചേർത്ത് വായിച്ചാൽ ഒരു ആധുനിക ചെറുകഥ വായിക്കുന്ന സുഖം കിട്ടും. വേദാന്തം പറയാതെ എഴുതണോ? ആ, സുമുഖനും സുന്ദരനും ഉന്നത കുലജാതനുമായ ഒരു ക്രിസ്ത്യൻ യുവാവിന്. സിറിയൻ ക്രിസ്ത്യൻ എന്ന് പ്രത്യേകം എഴുതണം. കണ്ടോ, അപ്പോഴും ജാതിയുടെ ശാഖ വിടുന്നില്ല. സങ്കുചിത മനസ്ഥിതി, സങ്കുചിത മനസ്ഥിതി. അതല്ലടോ, മനസ്സിൽ വേരുറച്ചിരിക്കുന്ന ചില കാര്യങ്ങള് അത്ര പെട്ടെന്ന് പറിച്ചു കളയാനൊക്കോ? ഇത് തന്നെയാണ് അനന്തകൃഷ്ണന്റെയും പ്രശ്നം. അത് മാറ്റാനല്ലേടോ നമ്മൾ ശ്രമിക്കുന്നത്. ആ, സിറിയൻ ക്രിസ്ത്യൻ യുവാവിന് ബ്രാക്കറ്റിൽ നായർ. ബ്രാക്കറ്റിൽ നായർ? അതെന്ത് ജാതിയാടോ? നായരെ ബ്രാക്കറ്റിലാക്കി. ഓഹോ. ആ, നായർ, ഈഴവ, ഹിന്ദു, മുസ്ലിം, ബൗദ്ധ, ജൈന, പാഴ്സി, സിഖ്, കൊങ്ങിണി, കിങ്ങിണി തുടങ്ങിയ ഏത് ജാതിയിലും മതത്തിലും പെട്ട സുന്ദരിയും സുശീലയുമായ യുവതികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക എന്ന്. ഒരു വിഭാഗത്തിലും പെട്ട ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ നിന്നും ഒരു കാരണവശാലും അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഇത് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതണം. സംഗതി കൊള്ളാം. പക്ഷെ പള്ളിക്കാരും പട്ടക്കാരും തന്റെ ചീട്ട് കീറും. ആര് കീറിയാലും ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് അനന്തകൃഷ്ണന്റെ തെറ്റിദ്ധാരണ മാറ്റാന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാ. അതിന് ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ലേ? എന്തിനു മരിക്കാനോ? അയ്യോ, അതല്ല. പള്ളിയിലും അരമനയിലും ഒക്കെ അറിഞ്ഞ നമ്മളെ മഹറോൻ ചൊല്ലും. പിന്നെ തെമ്മാടിക്കുഴിയിൽ പോയി കിടക്കേണ്ടി വരും. അയ്യോ, അവിടെ ഭയങ്കര ചൂടാ. അയ്യോ, ചത്ത കഴിഞ്ഞാ പിന്നെ ഏത് കുഴിയിൽ പോയി കിടന്നാൽ എന്താടി? കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരികയാണെന്ന് എനിക്കറിയാം. ഔസേപ്പച്ചൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. ഏത് ജാതിയിൽപ്പെട്ട പെണ്ണാണെങ്കിലും ശരി, തൊമ്മിക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിച്ചിരിക്കും.